എല്ലാവരോടും നല്ല സ്നേഹത്തിൽ പെരുമാറി നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയുമൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മേരാ ഭാരത് മഹാൻ ജണ്ടാ ഊഞ്ചാ രഹേ ഹമാര എന്ന മുദ്രാവാക്യമാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന നിലനിൽക്കുന്ന കാലത്തോളം നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത്. കാരണം എന്താണെന്നറിയാമോ? നോക്കൂ നിങ്ങൾ, ലോകത്തെല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായ ഭരണഘടനകളുണ്ട്. ആ ഭരണഘടനകളൊക്കെ മാൻമെയ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻസ് ആണ്. നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ, അതിന്റെ ആമുഖം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? We the people of having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic എന്ന് പറഞ്ഞുകൊണ്ടാണ് നാം ഇന്ത്യക്കാർ അല്ലെങ്കിൽ നാം ഭാരതീയർ നമ്മൾ തീരുമാനിച്ചത് ഈ രാജ്യം എന്താകണമെന്നാണ്. മുസ്ലിമീങ്ങളുടെ രാഷ്ട്രമായി മാറണം എന്നല്ല, ഹിന്ദുക്കളുടെ മാത്രം രാജ്യമായി മാറണമെന്നല്ല, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെയോ ബുദ്ധന്മാരുടെയോ ജൈനമതക്കാരുടെയോ സിഖ് മതക്കാരുടെയോ മതമില്ലാത്തവരുടെയോ മതത്തെ എതിർക്കുന്നവരുടെയോ നിരീശ്വരവാദികളുടെയോ രാജ്യമായി മാറണം എന്നല്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫാദേഴ്സ് ആൻഡ് മദേഴ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടനാ ശില്പികൾ അതിന്റെ ആമുഖത്തിൽ തന്നെ എഴുതി വച്ചത് നമ്മുടെ രാജ്യം തീർച്ചയായിട്ടും പരമാധികാര രാജ്യമായിരിക്കണം, സ്ഥിതി സമത്വമുള്ള, എല്ലാവർക്കും ഈക്വൽ സ്റ്റാറ്റസും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയുമുള്ള രാജ്യമായിരിക്കണം. മാത്രമല്ല നമ്മുടെ രാജ്യം ഒരു സെക്യുലർ രാജ്യമാകണം, മതേതര രാജ്യമാകണം എന്ന് പറഞ്ഞതിൽ നിന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റി ഇന്ത്യ രാജ്യം മുന്നോട്ട് വെക്കുന്ന സെക്യുലറിസം എന്താണ് പ്രിയപ്പെട്ടവരെ. ചില രാജ്യങ്ങളിലൊക്കെ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വെക്കാറുള്ളത് ഒരു മതവും ഇവിടെ പാടില്ല എന്ന അർത്ഥത്തിലാണെങ്കിൽ, ഭാരതത്തിന്റെ ഭരണഘടനാ ശില്പികൾ ഇന്ത്യക്ക് വേണ്ടി വിഭാവനം ചെയ്ത സെക്യുലറിസം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് എല്ലാ മതക്കാർക്കും തുല്യ അവകാശമാണ്. മതക്കാർക്ക് മാത്രമല്ല, മതം ഇല്ലാത്തവർക്കും ഈക്വലായിട്ടുള്ള റൈറ്റും ഈക്വലായിട്ടുള്ള സ്റ്റേറ്റസും ഈക്വലായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയും എല്ലാവർക്കുമുണ്ട് എന്ന് ഇത്ര കൃത്യമായി എഴുതി വച്ച ഒരു ഭരണഘടന. മാത്രമല്ല ആർട്ടിക്കിൾ 14 അതൊന്നുകൂടി വളരെ വിശദമായി എഴുതി. തൊട്ടടുത്ത് വന്ന മറ്റ് ആർട്ടിക്കിളുകളിൽ ഒരു നിലക്കുമുള്ള ഡിസ്ക്രിമിനേഷൻ, വിവേചനം പാടില്ല എന്ന് കൃത്യമായി രേഖപ്പെടുത്തി. ആർട്ടിക്കിൾ 19 വന്നപ്പോൾ എല്ലാവർക്കും കൃത്യമായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് രേഖപ്പെടുത്തി. ആർട്ടിക്കിൾ 21 വന്നപ്പോൾ എല്ലാവർക്കുമുള്ള ആ ഡിഗ്നിറ്റിയോടുകൂടി അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് എഴുതി വെച്ചു. ആർട്ടിക്കിൾ 25 വന്നപ്പോൾ ഫ്രീഡം ഓഫ് റിലീജിയൻ, മത സ്വാതന്ത്ര്യം, ഒരു മതത്തിൽ വിശ്വസിക്കാൻ, അതനുസരിച്ച് ജീവിക്കാൻ, അതനുസരിച്ച് പ്രവർത്തിക്കാൻ, താൻ ആ മതക്കാരനാണെന്ന് അന്തസ്സോടെ വിളിച്ചു പറയാൻ, മാത്രമല്ല സമാധാനപരമായി സൗഹാർദ്ദപരമായി ആ മതം മറ്റുള്ളവർക്കിടയിൽ പ്രചരിപ്പിക്കാൻ വരെ അവകാശമുണ്ട് എന്ന് എഴുതി വെച്ച ഒരു ഭരണഘടന ലോകത്ത് മറ്റെവിടെയെങ്കിലും കാണാനുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, എവിടെയും കാണാനില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് എല്ലാ പണ്ഡിതന്മാരും, അവര് ഹിന്ദു മതക്കാരായാലും മുസ്ലിം മതക്കാരായാലും മറ്റുള്ള മതക്കാരായാലും അവരൊക്കെ പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം മറ്റ് രാജ്യങ്ങളെപ്പോലെ അല്ല, ഇത് മഹാരാജ്യമാണ്. ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് കുഞ്ഞു കുട്ടികൾ അവരുടെ സ്കൂളിൽ വെച്ച് പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് വളരുന്നൊരു നാടാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യം അനുവദിക്കുന്ന നിയമങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓരോ മതക്കാരും അവരുടെ മതം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരെ ശല്യം ചെയ്യാതിരിക്കുക, മറ്റുള്ളവർക്ക് തടസ്സം സൃഷ്ടിക്കാതിരിക്കുക. ആ രീതിയിൽ നമ്മുടെ രാജ്യത്തെ ഉയർത്തിപ്പിടിക്കാൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും ഉത്സാഹിക്കുക എന്നതാണ് നമ്മുടെ രാജ്യം എല്ലാവരോടും ആവശ്യപ്പെടുന്നത്. മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം
ഇന്ത്യ രാജ്യത്തിന് ഈ ഭരണഘടന നിലനിൽക്കുന്ന കാലത്തോളം ഒന്നും പേടിക്കേണ്ടതില്ല. അതേസമയം ഭരണഘടന മാറ്റും എന്ന് പറയുന്നവരുണ്ട്, മാറ്റണം എന്ന് വാദിക്കുന്നവരുണ്ട്. ഇന്ത്യ രാജ്യം അതൊന്നും അംഗീകരിക്കും എന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം ഇത്തരം വിധ്വംസ ചിന്താഗതിക്കാരെ എല്ലാ കാലത്തും നമ്മുടെ രാജ്യം നേരിട്ടത് നമ്മുടെ സെക്യുലറിസവും നമ്മുടെ ഡെമോക്രസിയും മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. തീർച്ചയായും ഇന്ത്യ രാജ്യത്തിന് നമ്മളൊരു വലിയ ബഹുമതിയായി ഇതിനെ തന്നെയാണ് കാണുന്നത്. അല്ലാമ ഇഖ്ബാൽ ആ പഴയ പ്രാചീന ചരിത്രത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഏ ആബറൂദെ ഗംഗ ഓ ദിൻ ഹെ യാദ് തുജ്കോ ഉത്തരെ തെരെ കിനാരെ ജബ് കാരവാൻ ഹമാരാ മസ്ഹബ് നഹി സിക്കാത്ത आपस में बेर रखना हिंदी है हम वतन है हिंदुस्तान हमारा എന്ന് അല്ലാമ ഇഖ്ബാൽ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഈ ഭാരതം മുന്നോട്ട് വെക്കുന്ന മഹത്തായ മൂല്യങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യം ഭരിക്കുന്നവർക്ക്, കേന്ദ്രം ഭരിക്കുന്നവർക്കും, സംസ്ഥാനങ്ങൾ ഭരിക്കുന്നവർക്കും, കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ ഭരിക്കുന്നവർക്കും, താഴെ തട്ടിലുള്ള ചെറിയ ചെറിയ അധികാരങ്ങൾ കൈയാളുന്നവർക്കും, മേലെ തലയിലുള്ള വലിയ അധികാരങ്ങൾ കൈയാളുന്നവർക്കും എല്ലാവർക്കും അല്ലാഹു തആല ഈ രാജ്യത്തിന്റെ മതമൈത്രിയും സൗഹാർദ്ദവും ഐക്യവും അഖണ്ഡതയുമൊക്കെ സംരക്ഷിച്ചുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ജീവിക്കാനും മുന്നോട്ടു പോകാനും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, ഈയന ഉസ്താദിന്റെ പേരിൽ നടക്കുന്ന ഈ അനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ച് ഇത്തരം ഒരു സെമിനാർ വെച്ചതിന് ഇതിന്റെ സംഘാടകർക്ക് പ്രത്യേകമായ അഭിവാദ്യങ്ങളും നന്ദിയും അർപ്പിച്ചുകൊണ്ട് മറ്റൊരുപാട് ആളുകൾ പ്രസംഗിക്കാനുള്ളതുകൊണ്ട് ഇനി സംസാരം നീട്ടുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി ഈ സദസ്സ് അച്ചടക്കത്തിലിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് യേശുക്രിസ്തു പറഞ്ഞതായി ബൈബിളിൽ വന്ന ഒരു വരി ഓർക്കുകയാണ്. ഐ ഹാവ് മച്ച് ടു ടെൽ യു ബട്ട് യു കുഡ് നോട്ട് ബെയർ ഇറ്റ്. ഇനിയും നിങ്ങളോട് വളരെയധികം പറവാനുണ്ട്, പക്ഷേ നിങ്ങൾക്കോ വഹിപ്പാനാവില്ല എന്നാണ് ബൈബിൾ പറഞ്ഞതെങ്കിൽ the woods are lovely, dark and deep, but I have promises to keep and miles to go before sleep എന്ന് ഇംഗ്ലീഷ് കവി പറയുകയുണ്ടായി. ഈ കാനനത്തിന്റെ സൗരഭ്യം ആസ്വദിച്ചുകൊണ്ട് ഇവിടെ കൂടുതൽ സമയം ചെലവഴിക്കണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, മഗ്രിബാവുമ്പോഴേക്ക് ഞാൻ അവിടെ എത്താം എന്ന് ഞാൻ ചിലർക്ക് വാക്കുകൊടുത്തിട്ടുണ്ട്. അവിടെ എത്തണമെങ്കിൽ മൈലുകൾ താണ്ടേതുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഈ സൗന്ദര്യം ആസ്വദിച്ച് ഇവിടെ നിന്നാൽ ഞാൻ കൊടുത്ത വാക്ക് പാഴായി പോകും എന്നുകൂടി അനുസ്മരിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ നാമത്തിൽ നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ആ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.